സൈബർ സെക്യൂരിറ്റിയിൽ എങ്ങനെ ഒരു ജോബ് കിട്ടാം? ഏത് കോഴ്സാണ് പഠിക്കേണ്ടത്? ഏത് സർട്ടിഫിക്കേഷനാണ് എടുക്കേണ്ടത്? ഡിഗ്രി കമ്പൽസറി ആണോ? കമ്പ്യൂട്ടർ സയൻസ് ഡിഗ്രി തന്നെ വേണോ? അതോ +2 സർട്ടിഫിക്കേഷൻ മാത്രം മതിയോ? തുടങ്ങിയ പല ക്വസ്റ്റ്യൻസ് എനിക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ ധാരാളമായി വരാറുണ്ട്. നിങ്ങളുടെ മനസ്സിലും ഇതേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സൈബർ സെക്യൂരിറ്റി ട്രെയിനിങ് കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. ഞാനും ഓൺലൈൻ സെഷൻസ് ഒക്കെ എടുക്കുന്ന ആളാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പായി ഞാൻ എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലും എനിക്ക് സൈബർ സെക്യൂരിറ്റി എന്നൊരു ജോബ് പ്രൊഫൈലിൽ എത്തണമെന്നായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ 8 ഇയേഴ്സ് ബാക്ക് എനിക്ക് ഇത്രയേറെ ഓപ്പണിങ്സ് അപ്പോൾ ഉണ്ടായിരുന്നില്ല. അതായത് ഒരു കോഴ്സ് പഠിക്കുവാനുള്ള ചാൻസോ അല്ലെങ്കിൽ ഏത് കോഴ്സ് പഠിക്കണം, ഏത് സർട്ടിഫിക്കേഷൻ എടുക്കണം തുടങ്ങിയ പല കാര്യങ്ങൾക്കും ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഡയറക്റ്റ്ലി സൈബർ സെക്യൂരിറ്റി കരിയർ ആയിരുന്നില്ല ചൂസ് ചെയ്തത്. പിന്നീട് ഞാൻ അപ്സ്കിൽ ചെയ്തിട്ടാണ് ഞാൻ ഈ പറയുന്ന കരിയറിലേക്ക് എത്തിയത്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയല്ല. നിങ്ങൾക്ക് വേണ്ട അഡ്വൈസ് നിങ്ങൾക്ക് ഗൂഗിളിലൂടെയോ യൂട്യൂബിലൂടെയോ ഒക്കെ ഫൈൻഡ് ചെയ്യാൻ പറ്റും. അതേപോലെ ഒരുപാട് സൈബർ സെക്യൂരിറ്റി കോഴ്സുകളും ഇപ്പോൾ നിലവിൽ അവൈലബിലിറ്റി ഉണ്ട്. നിങ്ങൾക്കത് ഓൺലൈനായിട്ടോ ഓഫ്‌ലൈനായിട്ടോ ഒക്കെ പഠിക്കുവാനും ചാൻസസ് ഉണ്ട്. പക്ഷേ പലർക്കും നേരിടുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്ത് കോഴ്സാണ് പഠിക്കേണ്ടത്? എന്താണ് പഠിക്കേണ്ടത്? തുടങ്ങിയ കാര്യങ്ങൾക്ക് അവർക്ക് പലതരത്തിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ട്. ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സൈബർ സെക്യൂരിറ്റി കരിയർ അച്ചീവ് ചെയ്യാനായിട്ട് ഒരു ഡിഗ്രിയുടെ ആവശ്യമുണ്ടോ? ഇൻ ഷോർട്ട് പലരും പറയാറുണ്ട് ഡിഗ്രി വേണ്ട, +2 മാത്രം മതി. അങ്ങനെ ജോലി കിട്ടിയ ആൾക്കാരുമുണ്ട്. ശരിയായിരിക്കാം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് സൈബർ സെക്യൂരിറ്റി ഒരു കരിയർ അച്ചീവ് ചെയ്യണമെങ്കിൽ അതല്ല നിങ്ങൾക്ക് ഐടി ജോബാണ് വേണ്ടതെങ്കിൽ കൂടി നിങ്ങളൊരു ഡിഗ്രി എടുക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. ഒരുപക്ഷെ പലരും പറയാറുണ്ട് ഈ ഒരാൾക്ക് +2 മാത്രമേ ഉള്ളൂ. പക്ഷേ അയാൾ ഐടിയിൽ ഈ ജോബാണ് ചെയ്യുന്നത്. അയാളുടെ സാലറി ഇത്രയാണ്. ശരിയായിരിക്കാം. അവർക്കിപ്പോൾ ആ സാലറി കിട്ടും. പക്ഷേ കരിയർ എന്ന് പറയുമ്പോൾ ഒരു ഗ്രോത്ത് ഗ്രാഫാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. സോ ഈ ഗ്രോത്ത് ഗ്രാഫ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം ഇതാണ്. നിങ്ങളുടെ ജോബ് എക്സ്പീരിയൻസ് ഇതാണ്. പിന്നീട് 10 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം ഇത്രയായിരിക്കണം. പക്ഷേ ഒരു ഡിഗ്രി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന സാലറിയിൽ നല്ല രീതിയിലുള്ള റിഡക്ഷൻസ് ഉണ്ടാവും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ കമ്പനിയിൽ ബിടെക് പഠിച്ച ഒരാൾക്ക് കിട്ടുന്ന സാലറിയും നിങ്ങളുടെ സാലറിയുമായി ഡിഫറൻസ് ഉണ്ടാവും. അതായത് +2 മാത്രം പഠിച്ച ഒരാൾക്ക് ബിടെക് പഠിച്ച ഒരാളുടെ സാലറി കൊടുക്കുവാൻ ഒരു കമ്പനിയും തയ്യാറാവുകയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾ തന്നെ എപ്പോഴെങ്കിലും എനിക്കൊരു ഡിഗ്രി എടുത്താൽ കൊള്ളാമെന്ന് തോന്നിപ്പോകും. പക്ഷേ നിങ്ങളുടെ അപ്പോഴത്തെ വർക്ക് പ്രഷറും ലൈഫും കാരണം നിങ്ങൾക്ക് ആ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാനും കഴിയുകയില്ല. സോ കംപ്ലീറ്റ് ചെയ്താൽ തന്നെ നിങ്ങൾ പോയി എടുക്കുന്നതോ ഒരു ഡിസ്റ്റിങ്ക്ട് ഡിഗ്രി എന്നതിലുമായിരിക്കും. അതിനൊരു വാല്യൂ ഉണ്ടോ എന്ന് അപ്പോഴത്തെ കാര്യം നമുക്ക് പറയാനും കഴിയുകയില്ല. അതുകൊണ്ട് ഇൻ ഷോർട്ട് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുക, നിങ്ങൾ ഡിഗ്രി എടുത്തതിന് ശേഷമായിരിക്കണം ഇതുപോലുള്ള കോഴ്സുകളിലേക്ക് പോകുക. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ഏത് കോഴ്സ് എടുക്കണം? എൻ്റെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഒരിക്കലും ഒരു കൗൺസിലറിൻ്റെ വാക്ക് കേട്ട് ഒരു സൈബർ സെക്യൂരിറ്റി കോഴ്സ് എടുക്കരുത്. അതിൻ്റെ മെയിൻ കാരണം ഒരു സൈബർ സെക്യൂരിറ്റി കോഴ്സ് എടുക്കുമ്പോഴത്തേന് അവർക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ടാകുന്ന രീതിയിലായിരിക്കും അവരതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. അതായത് അവർക്കിപ്പോൾ ഒരു കോഴ്സിന് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ആംബിഷനോ നിങ്ങളുടെ ആഗ്രഹമോ ഒന്നും അവരപ്പോൾ നോക്കണമെന്നില്ല. അവർ പറയുക, "ഈ കോഴ്സ് വളരെ ചാൻസ് ഉള്ളതാണ്. നിങ്ങൾക്ക് ഈ കോഴ്സ് എടുത്തുകൊള്ളൂ. നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ജോബ് കിട്ടുമെന്നൊക്കെ" അവർ പറയും. അവർക്ക് വേണ്ടത് എന്തായിരിക്കും? ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അതിലേക്കുള്ള ഒരാളായിട്ട് നിങ്ങളെ ഇത് സ്റ്റാർട്ട് ചെയ്യും. അവരുടെ ടാർഗറ്റ് അവർ കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യും. എന്നാൽ നിങ്ങൾ സർട്ടിഫിക്കേഷൻ എടുക്കേണ്ടത് അങ്ങനെയല്ല. നിങ്ങൾ സെർച്ച് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട ജോബ് പ്രൊഫൈൽ എന്താണ്? സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഒരു വാസ്റ്റ് ഏരിയയാണ്. അതിലേക്ക് പലതരത്തിലുള്ള കോഴ്സുകളും അതേപോലെ സർട്ടിഫിക്കേഷൻസും എല്ലാം അവൈലബിലിറ്റി ഉണ്ട്. നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് നിങ്ങൾ റെഡ് ടീമിംഗിലേക്ക് പോകണോ, ബ്ലൂ ടീമിംഗിലേക്ക് പോകണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നീട് വേണം നിങ്ങൾ ഒരു കോഴ്സിനെക്കുറിച്ച് ആലോചിക്കാൻ തന്നെ. നിങ്ങൾക്ക് റെഡ് ടീമിംഗും ബ്ലൂ ടീമിംഗും അറിയില്ലെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് റിസർച്ച് ചെയ്യുക. ഇൻ കേസ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ഐഡിയ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ പ്രൊഫൈൽ വഴി എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എൻ്റെ വാട്സാപ്പ് ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം കൂടെ, നിങ്ങൾക്കൊരു സർട്ടിഫിക്കേഷൻ കിട്ടിയാൽ മാത്രമേ സൈബർ സെക്യൂരിറ്റിയിൽ ജോബ് കിട്ടുമെന്ന് നിങ്ങൾ കരുതരുത്. ഇതിലുള്ളത് ഒരൊറ്റ ഗ്ലോബൽ സർട്ടിഫിക്കേഷനാണ്. എന്നാൽ എനിക്ക് ജോലി കിട്ടിയതോ ആ ഒരു ഗ്ലോബൽ സർട്ടിഫിക്കേഷൻ്റെ വാലിഡിറ്റി എക്സ്പയർ ആയതിനു ശേഷമാണ്. അതായത് സർട്ടിഫിക്കേഷൻ അല്ല എന്നെ അവിടെ സഹായിച്ചത്. പിന്നീട് ഞാൻ വർക്ക് ചെയ്തെടുത്തുള്ള എൻ്റെ സ്കില്ല് മാത്രമാണ്. അതുകൊണ്ട് സർട്ടിഫിക്കേഷൻ കിട്ടിയാൽ മാത്രമേ ജോലി കിട്ടൂ എന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത്. സർട്ടിഫിക്കേഷൻ കൊണ്ട് നിങ്ങൾക്ക് ഒരു പക്ഷേ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ചാൻസ് കിട്ടും. പക്ഷേ അവിടെയും ഇന്റർവ്യൂ പാസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സ്കില്ല് തന്നെയാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ റിവ്യൂസും അതേപോലെ തന്നെ പ്രീവിയസ്ലി സ്റ്റുഡൻസിന്റെ ഫീഡ്ബാക്ക് ഒക്കെ അറിഞ്ഞിട്ട് വേണം ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ഒരു കോഴ്സ് സെലക്ട് ചെയ്യുവാനായിട്ട്. പറ്റുമെങ്കിൽ അവരോട് ഒരു ഡെമോ സെഷൻ എടുത്ത് കാണിക്കാൻ പറയുക. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്.
ഈ പഠിപ്പിക്കുന്ന സ്റ്റാഫിന്റെ കേപ്പബിലിറ്റി എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നീട് പലപ്പോഴും ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ബിടെക് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് പോലുള്ള കോഴ്സ് പഠിച്ചവർക്ക് മാത്രമേ സൈബർ സെക്യൂരിറ്റി ജോലി കിട്ടുകയുള്ളൂ എന്ന്. എന്നാൽ അതല്ല. ശരിക്കും പറഞ്ഞാൽ ഡിഗ്രി പഠിച്ച ഏതൊരാൾക്കും സൈബർ സെക്യൂരിറ്റി ജോബിലേക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അതിന് മെയിനായിട്ട് വേണ്ടത് ഒരു സ്കില്ല് തന്നെയാണ്. പക്ഷേ ഒരു ഹിഡൻ ഫാക്ട് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഏതൊരു അഡ്വർടൈസ്മെന്റ് ചെക്ക് ചെയ്താലും, അല്ലെങ്കിൽ ഒരു ജോബ് ഇന്റർവ്യൂവിന്റെ കാര്യം ചെക്ക് ചെയ്താലും, മജോറിറ്റി ഓഫ് ദം ആസ്ക് ചെയ്യുന്നത് ബിഎസ്സി, എംഎസ്സി, ബിടെക് തുടങ്ങിയ കോഴ്സുകൾ പഠിച്ചവരെ ആയിരിക്കും. പക്ഷേ ചില കമ്പനീസ് ഡിഗ്രി മാത്രം പ്രിഫർ ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. എല്ലാ കമ്പനീസും ആകണമെന്നില്ല. എന്നാൽ മജോറിറ്റി ഓഫ് കമ്പനീസും പ്രിഫർ ചെയ്യുന്നത് ബിടെക്കോ, ബിഎസ്സിയോ, എംഎസ്സിയോ പോലുള്ള കോഴ്സുകൾ പഠിച്ച ആൾക്കാരെയാണ്. ഇനിയിപ്പോൾ എങ്ങനെ സൈബർ സെക്യൂരിറ്റി കരിയറിലെത്താം എന്നാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ എങ്കിൽ അതിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. നിങ്ങൾ റിപ്പീറ്റ്ലി ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുക. പക്ഷേ ഇതിവിടെയും ഒരു മെയിൻ ഫാക്ട് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ തൗസൻഡ്സ് ഓഫ് ഇന്റർവ്യൂവിന് അപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഒരുപക്ഷേ ഒരു കോൾ കിട്ടുക. കാരണം അത്രയേറെ ആളുകളുടെ സിവി അവിടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരും. സോ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈൽ എപ്പോഴും അപ്ഡേറ്റ് ആക്കി വെക്കുക. പല ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. നിങ്ങൾക്ക് സൈബർ സെക്യൂരിറ്റി അവിടെ ചെയ്ത് പഠിക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ഇന്റേൺഷിപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ടെങ്കിൽ, സൈബർ സെക്യൂരിറ്റിയിൽ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് അതിനിപ്പോൾ നിങ്ങൾക്ക് പേയ്മെന്റ് കിട്ടണമെന്നില്ല. അങ്ങനെ ഒരു ഇന്റേൺഷിപ്പ് ആണെങ്കിൽ കൂടി നിങ്ങൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങൾ ഒരു 3 മന്ത്സ് അല്ലെങ്കിൽ 6 മന്ത് നിങ്ങൾക്ക് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ, നിങ്ങൾക്ക് അവിടെ ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ് കിട്ടും. പക്ഷേ അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം, ഈ ഒരു ഇന്റേൺഷിപ്പ് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ എന്ന് നിങ്ങൾ കൺഫേം ചെയ്യണം. ചില കമ്പനീസ് ഉണ്ട്, അവർ ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞ ആളുകളെ എടുത്തതിന് ശേഷം അവരെ കൊണ്ട് വർക്ക് ചെയ്യിച്ചിട്ട് അവരെ ജസ്റ്റ് പറഞ്ഞു വിടുകയും ചെയ്യും. നിങ്ങൾ ഗ്ലാസ് ഡോർ പോലുള്ള സൈറ്റുകളിൽ പോയി കമ്പനീസ് റിവ്യൂ മനസ്സിലാക്കിയിട്ട് വേണം ഇങ്ങനത്തെ കോഴ്സുകളൊക്കെ ചേരുവാനായിട്ട്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് അവിടെ അങ്ങോട്ട് പേയ്മെന്റ് ഒന്നും കൊടുക്കാതെ നിങ്ങളൊരു ജോബോ അല്ലെങ്കിൽ നിങ്ങളൊരു എക്സ്പീരിയൻസിന് വേണ്ടി പോയി വർക്ക് ചെയ്ത് പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാവും. പിന്നീട് ഞാൻ പറഞ്ഞ പോലെ സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞൊരു വാസ്റ്റ് ഏരിയയാണ്. അതിലെ എല്ലാത്തിലേക്കും ഡയറക്റ്റ് എൻട്രി ഒരിക്കലും പോസിബിൾ അല്ല. ആ ഒരു കരിയറിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്ന ചാൻസ് ഒരു ഇന്റേൺഷിപ്പ് ആണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുക. പിന്നീട് അതിൽ വർക്ക് ചെയ്യുക. പിന്നീട് നിങ്ങൾക്ക് കിട്ടുന്ന സാലറി കുറവാണെങ്കിൽ കൂടി നിങ്ങൾ അതിനെ അക്സെപ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റുക. പക്ഷേ ഈ സാലറിയുടെ കേസ് എല്ലാവർക്കും ഒരേപോലെ ആവണമെന്നില്ല. നിങ്ങളുടെ സ്കിൽ ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് നല്ല സാലറി കിട്ടാം. എന്നാൽ നിങ്ങളുടെ സ്കിൽ കുറവാണെങ്കിലോ, നിങ്ങൾക്ക് സാലറി കുറവുമായിരിക്കും. ഇതൊരു കോമൺ ഫാക്റ്റ് ആണ് ഐടി ഇൻഡസ്ട്രിയിലെ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സൈബർ സെക്യൂരിറ്റി ട്രെയിനിങ് കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. ഞാനും ഓൺലൈൻ സെഷൻസ് ഒക്കെ എടുക്കുന്ന ആളാണ്. എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് വേണ്ട ഒരു ഡെമോ സെഷൻ എടുത്തു തരുവാനും, നിങ്ങൾക്ക് വേണ്ട ട്രെയിനിങ് തരുവാനും എന്നെക്കൊണ്ട് സാധിക്കും. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ലിങ്ക്ഡ്ഇൻ പ്രൊഫൈലോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ വീഡിയോസോ കണ്ടു നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. അപ്കമിംഗ് ഡേയ്സിൽ ഞാൻ കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.